കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എക്സാം നോട്ടിഫിക്കേഷൻ എത്തി. എക്സാം ഡേറ്റ്സും തീരുമാനിക്കപ്പെട്ടു. എന്നിട്ടും നിങ്ങൾ സീരിയസ് ആയി പഠിച്ചു തുടങ്ങിയോ? ഇല്ല അല്ലേ? എന്തുകൊണ്ടാണ് പഠിച്ചു തുടങ്ങാൻ നിങ്ങൾക്ക് സാധിക്കാത്തത്? ഒന്നാമതായി പ്രിലിംസ്, മെയിൻസ്, ഇന്റർവ്യൂ എന്നിങ്ങനെ 3 സ്റ്റേജുകളിലായി 1 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന എക്സാം. ഇതിനിടയിൽ ഏത് സ്റ്റേജിലും തോറ്റുപോകാം എന്ന ഭയം. 2. വളരെ കുറവ് വേക്കൻസിയാണ് ഉള്ളത്. അതിനുള്ളിൽ ഞാൻ ഒരിക്കലും എത്തില്ല. 3. മെയിൻസിന് ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആണുള്ളത്. എനിക്ക് അത്ര നന്നായി എഴുതാൻ അറിയില്ല. എക്സാമിന് തയ്യാറെടുക്കുന്ന എല്ലാവർക്കും ഈ പേടിയുണ്ട് എന്നതാണ് വാസ്തവം. ഒരു എക്സാമിൽ 1ാം റാങ്ക് വാങ്ങിയ ആളും ഇതേ പേടികളെ അതിജീവിച്ചാണ് ആ റാങ്കിലേക്ക് എത്തിയത്. റിസൾട്ടിനെ ഫോക്കസ് ചെയ്ത് റിസൾട്ട് എന്താവുമെന്ന് ചിന്തിച്ച് പഠിക്കുന്ന സമയം പാഴാക്കി കളയുന്നവരാണ് ഭൂരിഭാഗവും. ഇതെങ്ങനെ മറികടക്കാം? നിങ്ങളുടെ മുൻപിലുള്ള ആദ്യ കടമ്പയായ പ്രിലിംസ് പാസ് ആവാൻ എന്ത് ചെയ്യണം? സിലബസ് നന്നായി കംപ്ലീറ്റ് ചെയ്ത് മോക്ക് ടെസ്റ്റ് എഴുതി പരിശീലിച്ച് പരീക്ഷ എഴുതണം. സിലബസ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഈ മാസം എന്ത് പഠിക്കണം, ഈ ആഴ്ച എന്ത് പഠിക്കണം, ഈ ദിവസം എന്ത് പഠിക്കണം, ഈ മണിക്കൂറിൽ നമ്മൾ എന്ത് പഠിക്കണം, ഇങ്ങനെ റിവേഴ്സ് മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യുക. നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ ഈ അവറിൽ എന്ത് പഠിക്കണം എന്ന് തീരുമാനിക്കുക. ഓരോ മണിക്കൂറും അങ്ങനെ കൃത്യമായി പ്ലാൻ ചെയ്ത് പഠിക്കുക. 1 വർഷം കഴിഞ്ഞ് താൻ പരാജയപ്പെടുമോ എന്ന ഭയത്തെ 1 മണിക്കൂർ പ്ലാൻ ചെയ്ത് പഠിക്കാൻ കഴിയുമോ എന്ന ഭയമാക്കി മാറ്റുക. ഇങ്ങനെ ഓരോ മണിക്കൂറും നിങ്ങൾ പ്ലാൻ ചെയ്ത പോലെ പഠിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ ഭയം നിങ്ങളിൽ നിന്നും ഇല്ലാതാവും. അങ്ങനെ പഠിച്ചാൽ കിട്ടുമോ? പഠിച്ചു തീരുമോ? വേക്കൻസി കുറവല്ലേ? മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഒരു പോസ്റ്റ് മതി. അതിനായല്ലേ നിങ്ങൾ പഠിക്കുന്നത്? സോ നന്നായി പഠിച്ചു തുടങ്ങുക. ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനെ പേടിക്കുന്ന നിങ്ങളൊന്ന് ഓർക്കുക. ഒബ്ജക്റ്റീവ് എക്സാമിനേക്കാൾ കൂടുതൽ നിങ്ങൾ ഇതുവരെ എഴുതിയത് ഡിസ്ക്രിപ്റ്റീവ് എക്സാംസ് ആണ്. 1ാം ക്ലാസ് മുതൽ ഡിഗ്രി എക്സാംസ് വരെ ഈ രീതിയിലാണ് പരിശീലിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് KS പരീക്ഷയുടെ ഡിസ്ക്രിപ്റ്റീവ് എക്സാമും ഒരു ബാലികേറ മലയല്ല. സോ പ്ലാൻ യുവർ അവേഴ്സ്, സ്റ്റഡി സ്മാർട്ട് ആൻഡ് അച്ചീവ് യുവർ ഗോൾ.